ചെന്നൈന്റെ കളി കണ്ടായിരുന്നോ? 155 റൺസ് എടുത്ത ഡൽഹി ക്യാപിറ്റൽസിനെ, അങ്ങനെ പറഞ്ഞ 155 റൺസ് എടുത്ത ഡൽഹി ക്യാപിറ്റൽസിനെ സഞ്ജുവും ചെന്നൈയും കൂടി പെട്ടിയിൽ മടക്കിയിട്ട് അയച്ചിട്ടുണ്ട് മക്കളെ. ചേട്ടൻ ഇപ്പൊ 40ന് ബോൾ അടിച്ച അന്ന് ചെന്നൈന്റെ ജയ, അതിപ്പോ റിട്ടേൺ ആയിട്ട് എഴുതി വെക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഏതാ കളി! ആ വേൾഡ് കപ്പിൽ അടിച്ചപ്പോ കുറെ എണ്ണം ഇപ്പോഴും അവിടെ ഇരുന്നിട്ട് ഒരു സൈഡിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്, അതല്ല ഫ്ലൂക്ക്, വലിയ കളിയൊന്നും ഇല്ല, ഓരങ്ങനെ മറ്റേ ഒരു ഭാഗ്യത്തിന്റെ ഇതെല്ലാം കൊണ്ട് അടിച്ചതാ, അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്ക് സഞ്ജുവിനെ കൂട്ടൂല. എന്റെ പൊന്നും മുത്തു മക്കളെ, എങ്ങനെ തോന്നടാ ഇതെല്ലാം പറയാൻ വേണ്ടിട്ട്. ഇവിടെ വന്നിട്ട് 2 സെഞ്ചുറി ഓൾറെഡി അടിച്ച്, അതിന്റെ പുറമെ ഇത് 87 റൺ എന്തോ അടിച്ചിട്ട് മാൻ ഓഫ് ദി മാച്ച്. വെറും മാൻ ഓഫ് ദി മാച്ച് അല്ല, ഒരു ബാറ്റർക്ക് കിട്ടാവുന്ന 4 അവാർഡാ. ആ 4 അവാർഡും ചെക്കൻ തൂക്കി. ഈ ചെന്നൈയിന് സിറ്റുവേഷൻ കണ്ട, ഇപ്പോ ഒരു കളി സഞ്ജു അടിക്കും, അല്ലെങ്കിൽ ഋതു അടിക്കും. ഇവന്മാര് രണ്ടും ഇപ്പോഴും ക്ലിക്ക് ആയിട്ടില്ല. രണ്ടാളും കൂടി ഒന്ന് സെറ്റ് ആയിട്ട് വരുന്ന 100 പ്ലസ് അല്ലെങ്കിൽ 120 പ്ലസ് പാർട്ട്ണർഷിപ്പ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്നാലും ഇപ്പൊ ഒരാൾ വീണ മറ്റോനുണ്ടാവും, മറ്റോ വീണ അടുത്തവനുണ്ടാവും. എനിക്ക് ഇവന്മാരെ കാണുമ്പോല്ലേ, ഇപ്പൊ മഹേന്ദ്ര സിംഗ് ധോണി ഒരു ഭീഷ്മനാണെങ്കിൽ CSKന്റെ, എനിക്ക് ഇവന്മാരെ രണ്ടാളെയും കാണുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെ സഞ്ജുവിനെയും ഋതുരാജിനെയും കാണുമ്പോ കൃഷ്ണനെയും അർജുനെയും കാണുന്ന ഒരു ഫീല്. എന്റെ മോനെ, ഇവന്മാരെ ഫസ്റ്റ് സീസണിൽ 10ാമത്തെ കളിയാണ്. ഇപ്പോഴും അവന്മാരെ ആ കണക്ഷൻ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ കൂടി ഒരു പക്ഷേ ഈ ജോഡി ആറ്റം ക്ലിക്ക് ആയാൽ ദേ ആർ ഗോയിങ് ടു മേക്ക് ഹിസ്റ്ററി. വെറും ഹിസ്റ്ററി അല്ല, ലെഗസി. ആ ഒരു 3 സീസണിലും കൂടെ കളിച്ചിട്ടുണ്ട്. അവർ ഭയങ്കര കോംബോ ആയിരിക്കും. ഋതുവിന്റെയും സഞ്ജുവിന്റെയും ഒരു ടീം. ഒരു ക്യാപ്റ്റൻ അല്ല അവിടെ 2 ക്യാപ്റ്റന്മാര്, 2 ഐഡിയൽസ്. ഒരു പക്ഷെ അടുത്ത ഇന്ത്യൻ ടീമിന്റെ തന്നെ ODIന്റെ ഓപ്പണേഴ്സ് ആകാൻ വരെ ചാൻസ് ഉള്ള 2 മുതലുകൾ. പിന്നെ ഈ ചെന്നൈന്റെ കളിയാ കണ്ടപ്പോ എനിക്ക് പഴയ ചെന്നൈയില്ല, ആ വീരം കൂടി ആ ബോളിംഗ് വെച്ചിട്ട് എത്ര വലിയൊരു ബാറ്റിംഗ് ലൈനപ്പിനും കടകൊണക്കി എറിയുന്ന ചെന്നൈ സൂപ്പർ കിങ്സ്, അതിന്റെ അപ്പുറം വന്ന നമ്മളെ തലേന്റെയും ചിന്ന തലേന്റെയും ഹൈഡന്റെയും ഹസീന്റെയും വാട്സന്റെയും എല്ലാം ഒരു ബാറ്റിംഗ് ഇല്ലേ, ഇതൊക്കെ നമ്മൾ ജയിച്ച കളി എന്ന് പറഞ്ഞു. അതെല്ലാം ആ ഒരു ഫീല്, അതും പണ്ടത്തെ ടീമിൽ ആരിപ്പോ ഉള്ളത് ഒരു ബാറ്റിംഗ് ലൈനപ്പിലല്ലോ, സാക്ഷാൽ തല വരെ സൈഡിലിരിക്കുന്ന. എന്നിട്ടും ഇവന്മാർക്ക് ഈ ഒരു രീതിയിൽ ഒരു ഇമ്പാക്ട് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ, എനിക്കതല്ല, ഈ ടോപ്പ് 4ലേക്കുള്ള ആ ഒരു ചേസ്, ആദ്യത്തെ 4 ആൾ നമുക്ക് ഓൾറെഡി പറഞ്ഞത്. പക്ഷെ ഇപ്പോ GT പുറകെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട്. ഇതാ സഞ്ജുവും ഋതുവും കൂടിയിട്ട് ചെന്നൈനെയും പിടിച്ചിട്ട് പോകുന്നുണ്ട്. ആരായിരിക്കും ഈ പ്രാവശ്യം പ്ലേ ഓഫ് കളിക്കാൻ പോകുന്നത്? ഫൈനലിൽ ഓക്കെ, ഫൈനൽ നമുക്ക് കാണാം. പക്ഷെ പ്ലേ ഓഫിന് ഈ പ്രാവശ്യമുള്ള ഒരു കട്ടക്കട്ട മത്സരമില്ലേ മോനെ, ഹൈ പീക്ക്.